മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്ന പൊതുവിൽ ഇസ്രായേലിനെ ജയ് വിളിക്കുന്ന ഒരു സംഘം ആൾക്കാരുണ്ട് വ്യാപകമായിട്ട്. പലസ്തീൻ മക്കളെ കൊന്നു തള്ളുമ്പോൾ അത് ആഘോഷിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഹിന്ദുത്വ ഭീകര സംഘങ്ങള്, ആ തീവ്ര ചിന്താഗതിക്കാര്, ആ ഒരു തീവ്ര ചിന്താഗതി ഇസ്ലാം വിരുദ്ധത മാത്രം നെഞ്ചിക്കൊണ്ട് കിടന്നിട്ട് ഇസ്രായേലിനെ ജയ് വിളിക്കുന്നു. ഇസ്രായേലിനെതിരെ അക്രമം ഉണ്ടാവുക കണ്ണീരൊലിപ്പിക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ വംശീയ ചേരി എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരാണ്. ലോകത്തെ ഏറ്റവും വലിയ വംശീയ വെറിയന്മാർ അത് ജൂതന്മാരാണ്. ജൂതനായി ജനിച്ചു എന്ന ഒരു മനുഷ്യന് തെറ്റല്ല. ജൂതമതത്തിൽ ജനിച്ചാൽ നല്ല മനുഷ്യരുണ്ട്. അവിടെ ബനൂ ഇസ്രായേലുകൾ നല്ല മനുഷ്യരുണ്ട്, ഇന്നുമുണ്ട്. ആ മനുഷ്യരോടൊന്നും വെറുപ്പ് വെക്കാൻ നമുക്ക് അനുവാദമില്ല. കേരളത്തിൽ വന്ന ഇസ്രായേലിൽ നിന്ന് വന്ന വിദേശികൾക്ക്, ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം നിഷേധിച്ചു. ഗസയിൽ നടക്കുന്ന മുസ്ലിങ്ങളോടുള്ള താല്പര്യം കൊണ്ട് അവർക്ക് അനുഭവിക്കുന്ന ദുരന്തങ്ങൾ ഓർത്തപ്പോ ഇവർക്ക് ഭക്ഷണം നിഷേധിച്ചു. അത് ശരിയായ നടപടിയല്ല. ജൂതമതത്തിൽ ജന്മ അപരാധമല്ല മനുഷ്യരെ, കർമ്മങ്ങളാണ് ഒരു മനുഷ്യന് നന്മയും തിന്മയും തീരുമാനിക്കുക. അതുകൊണ്ട് ജൂതന്മാരിൽ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ജൂതന്മാരിൽ മഹാഭൂരിപക്ഷത്തിനുമുള്ള പ്രശ്നം അവർ വംശീയ ചിന്താഗതിയാണ്. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. അവർ പറയുന്നൊരു കാര്യമൊന്നുമില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ സന്തതികളാണ്, ദൈവത്തിന്റെ സന്തതികളും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുമായ സവർണർ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ബാക്കിയുള്ളതെല്ലാം അവർണ വിഭാഗത്തിലാണ്, അർദ്ധലുകളാണ്, നിന്നന്മാരാണ്. നമുക്ക് പാദസേവ ചെയ്യാൻ മാത്രം അർഹതപ്പെട്ടവരാണ് ബാക്കിയുള്ള മനുഷ്യർ എന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അതവരുടെ കാഴ്ചപ്പാട്. അതാ ഖുർആൻ നേരത്തെ പറഞ്ഞ ഓതിയ ആയത്തിലുള്ളത്. അവർ പറയുന്നത് ഒരു ജനങ്ങൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അവകാശമില്ല. ദൈവത്തിന്റെ സമക്ഷത്തിൽ ദൈവികമായ സ്വർഗീയ സാമ്രാജ്യത്തിന് ഒരു മനുഷ്യനും അവകാശമില്ല നമുക്കല്ലാതെ എന്നതാണ് ജൂതവംശീയതയുടെ മുദ്രാവാക്യമെന്ന് ഖുർആൻ. അതാ പറയുന്നത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ദൈവത്തിന്റെ ആൾക്കാർ. ബാക്കിയുള്ളവരൊക്കെ അർദ്ധലുകളാണ്. ഒരു മനുഷ്യനെയും അവർ അംഗീകരിക്കില്ല, ഒരാളെയും. അപ്പോഴാ ഇവിടുത്തെ സംഘപരിവാറുകാർ അവര് എന്ത് ചെയ്യും? അവരുടെ കാലിന്റെ നഖത്തിന്റെ വില പോലും ഈ ചാണകങ്ങൾക്ക് ഉണ്ടാവില്ല, കൊടുക്കില്ല അവര്. അതാ അവരുടെ ശൈലി. ഇവർ വിചാരിക്കുന്ന അവരെന്തോ ചേർത്ത് പിടിക്കുമെന്നാണ്. അവർക്ക് അങ്ങനെയില്ല. ലോകത്ത് വളരാത്ത മതം ഏതാണ്? വളരാത്ത മതം ജൂതന്മാർ. എന്തുകൊണ്ട്? അവർ ജൂതമതം വളരൂല, വളരാനുള്ള വകുപ്പ് അതിനില്ല. അതെന്തേ? ബനൂ ഇസ്രായേലികളാ, ഇസ്രായേലിന്റെ സന്തതികള്, ദൈവത്തിന്റെ പൗത്രന്മാര് എന്നത് അവരെ കൺസെപ്റ്റായിട്ട് കൊണ്ട് നടക്കുന്നത്. അതാ കാഴ്ചപ്പാട്. അവിടെ പുതിയൊരാൾക്ക് ചേരാൻ പറ്റുമോ? ഇല്ല. അവിടെ ജനിച്ച് ജീവിക്കുന്ന പാരമ്പര്യമാണത്. ആ വംശീയതയാണ് അവരെ കൊണ്ടു നടക്കുന്നത്. വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്തിട്ടുള്ളൂ. അത് നല്ല അധികാരത്തിൽ കഴിയുന്ന ആൾക്കാർ, വളരെ സുപ്രസിദ്ധി ആർജിച്ച ആൾക്കാർ, ചില ആൾക്കാർ കൺവെർട്ട് ചെയ്ത് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വേണമെങ്കിൽ വന്നോളൂ, അത്രയും നിലവാരമുള്ള അന്ന് അധികാരമുള്ളവരായതുകൊണ്ട് വന്നോളാൻ പറഞ്ഞ് രണ്ടാം കിട പൗരന്മാരായിട്ട് വന്നു എന്നതല്ലാതെ അവർക്ക് അവിടെ നിന്ന് വിവാഹം കിട്ടില്ല. ആ പാരമ്പര്യം ബനൂ ഇസ്രായേൽ പാരമ്പര്യം അറിയപ്പെടില്ല. അതങ്ങനെ അവരുടെ സിസ്റ്റം എന്നുള്ളത്. ബാക്കി എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കാറുണ്ടല്ലോ, ആ മതങ്ങളെ ദർശനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താറുണ്ടല്ലോ, ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കാറുണ്ടല്ലോ. അവർ ചെയ്യില്ല. കാരണം അവരങ്ങനെ ചിന്തിക്കുന്നത് വംശീയതയാണ് അവർ ആടിവേര്. ആ ചിന്താഗതി ലോകത്തെ ഏറ്റവും തീവ്രമായി വെച്ച് പുലർത്തുന്ന സമൂഹം എന്നുള്ളത് ഇന്ത്യയിലെ സവർണ തമ്പുരാക്കന്മാരെക്കാളും ഇവിടെ സവർണ മാടമ്പികളെക്കാളും ഏറ്റവും വലിയ വംശീയ അവർ വെച്ച് പുലർത്തുന്ന സമൂഹമാണ് ജൂതന്മാർ. അതുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ തെരുവ് വെട്ടുകളെ പോലെ ലോകം മാറ്റിപ്പായിച്ചത് വരെ ഇവർ വംശീയ വെറി ലോകത്തിന് സമാധാനത്തിന് ഭീഷണിയാണെന്ന്, നമ്മുടെ നാടിന് ഭീഷണിയാണെന്ന് ഓരോരുത്തരും ചിന്തിച്ചപ്പോൾ ഒരു നാട്ടിലും അവർക്ക് അഭയം കൊടുത്തില്ല. ഓടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അവർ ചേർത്ത് പിടിച്ചത് എന്ത് സ്പെയിൻ, ഇസ്ലാമിക് സ്പെയിനും പിന്നെ എന്ത് പലസ്തീനുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വിളിച്ചത്. തുർക്കിയും. അവിടെ ഈ മുസ്ലിങ്ങളാണ്, അവരെ മനുഷ്യരാണ് അപ്പോഴും പരിഗണിച്ച് ചേർത്ത് നിർത്തിയത്. അഭയം കൊടുത്തവനോട് തന്നെ അക്രമം കാണിക്കുന്ന നന്ദി കെട്ടവരായി ഈ സമൂഹം പിന്നെ മാറുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. അത് പിന്നെ ലോകത്തിന്റെ ചരിത്രമാണ്. ഇതൊന്നും അറിയാതെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? അവരുടെ രാജ്യത്ത് അറബികൾ കുടിയേറിയതാണ്, ആക്രമിക്കുകയാണ്, പലസ്തീനുകൾ ഒഴിഞ്ഞു കൊടുക്കണം എന്ന രീതിയിൽ ഇവിടെ സംസാരം പോകുന്നത്. അപ്പൊ അത്ര വലിയ വംശീയ വർഗീയന്മാരാണ് ഈ സമൂഹം എന്നുള്ളത്.